കൂടി പോവുകയാണ്. അർജുൻ, ഇപ്പോൾ പോലീസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കോടതി. സ്വാഭാവികമായും നമ്മൾ ഇന്നലെ പോലീസ് നൽകിയ റിമാൻഡ് റിപ്പോർട്ട് കണ്ടതാണ്. ഗുരുതര ആരോപണങ്ങൾ ഉയർത്തുന്നത് തന്നെയാണ് ആ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. മാത്രമല്ല, ബോബി ചെമ്മണ്ണൂർ സ്വാധീനമുള്ളയാളായതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് കടക്കാൻ ഇടയുണ്ട്, സാക്ഷികളെ സ്വാധീനിക്കാം, എന്തിന് പരാതിക്കാരിയെ പോലും അപായപ്പെടുത്താൻ ഇടയുണ്ട് എന്ന തരത്തിലാണ് റിമാൻഡ് റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും പോലീസിന്റെ റിപ്പോർട്ടിലും ഇപ്പോൾ കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടിലും ഒരു പക്ഷേ അത്തരം കാര്യങ്ങൾ തന്നെയാകും ചൂണ്ടിക്കാണിക്കുകയുണ്ടാവുക, അല്ലേ? വിനീത, അത്തരത്തിൽ തന്നെയാണ്. ഇന്നലെ കോടതിയിൽ ഉന്നയിച്ച അതേ വാദങ്ങൾ തന്നെയാണ് പ്രതിഭാഗത്തിന് വേണ്ടി ബോബി ചെമ്മണ്ണൂർ അഭിഭാഷകർ ഈ ജാമ്യാപേക്ഷയിലും ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ പരാതിക്കാരുടെ ആക്ഷേപങ്ങൾ അടിസ്ഥാന വിരുദ്ധമാണ്. പരാതിക്ക് ആധാരമായ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ, അതായത് ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ, അത് ഈ പരാതിക്കാരി തന്നെ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതാണ്. അതിൽ ആ പരിപാടിക്ക് ശേഷവും ആ പരിപാടിയെക്കുറിച്ച് നല്ല അഭിപ്രായം അവർ രേഖപ്പെടുത്തിയതാണ്, അത് മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഈ പരാതിയുടെ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ച് അത്തരത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ അപകീർത്തിപ്പെടുത്താൻ പരാതിക്കാരി പ്രത്യേകം ശ്രമിച്ചു തുടങ്ങിയ വാദങ്ങൾ, അതായത് ഇന്നലെ മജിസ്ട്രേറ്റ് കോടതിയിൽ നമ്മൾ കേട്ട അതേ വാദങ്ങൾ തന്നെയാണ് ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിലും ബോബി ചെമ്മണ്ണൂർ അഭിഭാഷകർ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും പ്രോസിക്യൂഷനും പോലീസും സമാനമായ രീതിയിൽ മറുപടി നൽകുമെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. എറണാകുളം സെൻട്രൽ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. സ്വാഭാവികമായും ഇതിൽ ഈ ആരോപണ വിധേയനായ ഈ പ്രതിയായ ബോബി ചെമ്മണ്ണൂർ വലിയ സമ്പന്നനാണ്, വലിയ സ്വാധീനമുള്ള ആളാണ്, വിദേശത്തടക്കം നിരവധി സ്ഥാപനങ്ങളും മറ്റും ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്, തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് സാക്ഷികളെ അടക്കം സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ വാദങ്ങൾ തന്നെയായിരിക്കും പ്രധാനമായിട്ടും ഉന്നയിക്കുക. അതോടൊപ്പം തന്നെ പരാതിക്കാരെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നും ഇന്നലെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഈ വാദവും ഇന്ന് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകുമ്പോൾ ഈ വാദവും ഉന്നയിക്കും എന്ന കാര്യം ഉറപ്പാണ്. അതായത് ഈ ജാമ്യം നൽകരുത് എന്ന് കൃത്യമായി തന്നെ ഇന്നലെ പോലീസ് നിലപാടെടുത്തിരുന്നു. ഇതേ നിലപാട് ഹൈക്കോടതിയിലും ആവർത്തിക്കും എന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ഇത്തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതിനുശേഷവും ഇത് ആദ്യഘട്ടത്തിൽ ഈ ജ്വല്ലറിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ദ്വയാർത്ഥ പ്രയോഗവും അശ്ലീല പ്രയോഗവും ഒക്കെ തന്നെ നടത്തിയിരുന്നു. അതിനുശേഷം അതിൽ ഈ പരാതിക്കാരി അതൃപ്തി അറിയിച്ചിട്ട് പോലും അതിനുശേഷം നിരവധി അഭിമുഖങ്ങൾ നൽകി സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതിലൊക്കെ തന്നെ ഇതേ നിലപാട്, അതായത് ഇതേ പരാമർശങ്ങൾ ആവർത്തിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ചെയ്തത്. അത്തരത്തിൽ അശ്ലീല പരാമർശങ്ങൾ, ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ തന്നെ വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും അത്തരത്തിൽ ബോധപൂർവം തന്നെയാണ് ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂർ ഇത് പ്രചരിപ്പിക്കുന്നത്, മാത്രവുമല്ല അധിക്ഷേപിക്കുന്നത് തുടങ്ങിയ വാദങ്ങളാണ് പോലീസ് ഉന്നയിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഈ പുതിയ വകുപ്പുകൾ BNS മാറുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ ഗുരുതരമായ കുറ്റമാണ് എന്ന് ഇത് കോടതിയിൽ പ്രോസിക്യൂഷൻ പറയുന്നുമുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ടാണ് ഇത്തരത്തിൽ ജാമ്യം നിഷേധിക്കണമെന്ന് ഇന്നലെ കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഇതേ വാദങ്ങളായിരിക്കും ഹൈക്കോടതിയിലും പ്രോസിക്യൂഷൻ ഉന്നയിക്കുക. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ നിരവധി തെളിവുകൾ ഇനിയും ശേഖരിക്കേണ്ടതുണ്ട്, ഫോൺ രേഖകളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ സമ്പന്നനായ സ്വാധീന ശക്തിയുള്ള ഒരു പ്രതിയെ ജാമ്യത്തിൽ വിട്ടാൽ സ്വാഭാവികമായും തെളിവുകൾ നശിപ്പിക്കാനും ഈ പരാതിക്കാരെ സ്വാധീനിക്കാനും പരാതിക്കാരെ അപായപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനുമുള്ള സാധ്യതയുണ്ട് എന്നും ഇന്നലെ പ്രോസിക്യൂഷൻ പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായും ഈ ജാമ്യ അപേക്ഷയെ എതിർത്തുകൊണ്ടുള്ള പോലീസിന്റെ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. മാത്രവുമല്ല, ഇന്നലെ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ ഉദ്ഘാടനം നടന്ന ശേഷം വളരെ വൈകിയാണ് പരാതി നൽകിയത് എന്നതാണ്. എന്നാൽ പരാതി നൽകാൻ വൈകുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല എന്ന് കോടതിയും ഇന്നലെ നിരീക്ഷിക്കുകയുണ്ടായി. സ്വാഭാവികമായും ബോബി ചെമ്മണ്ണൂർ കൂടുതൽ ദിവസങ്ങൾ ജയിലിൽ കഴിയേണ്ടി വരും, ചൊവ്വാഴ്ച വരെയെങ്കിലും ജയിലിൽ കഴിയേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും പോലീസിന്റെ റിപ്പോർട്ട് അത് ചൊവ്വാഴ്ചക്കുള്ളിൽ സമർപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം ചൊവ്വാഴ്ചയായിരിക്കും